കേസിന്റെ കാര്യം എന്തായി, പോസിറ്റീവ് ആണോ പൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് എന്റെ വട്ടുണ്ട്, അത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. അവസാനം നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും തെറി വിളിക്കും. ഇപ്പൊ ഒരു വലിയ സന്തോഷമുള്ള കാര്യം എനിക്ക് ഉണ്ടായി കേട്ടോ. ഗുജാരി എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാല് ഈ നട്ട പാതിരാത്രിക്ക് എനിക്കൊരു ഭ്രാന്താന്ന് ഞാൻ പറഞ്ഞു. സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നേ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ സൗണ്ട് ഒക്കെ അടങ്ങിയിട്ടുണ്ടോടി? തൊണ്ടയ്ക്ക് ഒരു കിച്ചു കിച്ച. പനി വീണ്ടും വരുവാണോ എന്നൊരു ഡൗട്ട് കേട്ടോ. ഭയങ്കര റീസൈക്കിൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പനിയാന്നൊരു ഡൗട്ട് കേട്ടോ. റീസൈക്കിൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പനിയാണ്. നമുക്ക് വരും, കുഞ്ഞുങ്ങൾക്ക് വരും, കുഞ്ഞുങ്ങൾക്ക് വരും, നമുക്ക് വരും, നമുക്ക് വരും, കുഞ്ഞുങ്ങൾക്ക് വരും, കുഞ്ഞുങ്ങൾക്ക് വരും, നമുക്ക് വരും, നമുക്ക് വരും. ഇങ്ങനെ തന്നെ കേട്ടോ. അതെ അതെ അതെ. അപ്പൊ നമ്മള് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതെ അതെ. അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാൻ ഒരുത്തി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ആമിച്ചൻ എന്റെ മടിയിലോട്ട് വന്നിട്ട്, ആമിച്ചൻ ഇവിടെ ഇല്ലായിരുന്നു. ആമിച്ചൻ ഫുൾ ടൈം അപ്പുറത്താണ്. അതായത് രേഖാമ്മയുടെയും ചേട്ടായിമാരുടെയും കൂടെയാണ്, സജിന്റെ അടുത്താണ്. എപ്പോഴും ഫുൾ ടൈം അവിടെയാണ്. അതുകൊണ്ട് പകല് ഇവിടെ കാണത്തില്ല ആള്. അപ്പൊ മിണ്ടാതെ ഇറങ്ങി അതുകൊണ്ട് അല്ല, കോമഡി എന്താണെന്നറിയോ, ഇവള് നൈസായിട്ട് പോയി നോക്കും. കാർത്തി അവിടെ മിറ്റത്തില്ല. അപ്പുറത്തെ കുഞ്ഞാണ് കാർത്തി. കാർത്തി മിറ്റത്തില്ലെങ്കിൽ ഇവള് നേരെ തിരിഞ്ഞിട്ട് വിളിച്ചോ, അവര് കാർത്തി വിളിക്കുന്നെന്ന് ഇങ്ങനെ പറയും. അത് വിളിക്കുന്നൊന്നും ഇല്ല, വിളിക്കും. അവരെ പുറത്തുണ്ടേ വിളിക്കും. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ വയനാട് ചെന്നിട്ടാണേലും ആവശ്യം ചോദിച്ച് കാർത്തി എന്തിയെ, കിരൺ എന്തിയെ, ലേഖാമ്മ എന്തിയെ, കിരണിന്റെയും കാർത്തിയുടെ അച്ഛൻ എന്തിയെ, അവരെ കാണണമെന്നാണ് പറഞ്ഞത്. അതിപ്പോ നമ്മൾ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് നമ്മൾ അധികം വൈകാതെ ഒത്തിരി നാൾ കാണത്തില്ല ഇവിടെ. അപ്പം എങ്ങനെ ഇവിടുന്ന് പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഇവിടെ ഉള്ള എല്ലാവരുമായിട്ട് നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മളൊരു ഫംഗ്ഷൻ നടത്തുവാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്, നമ്മുടെ ലച്ചൂട്ടന്റെ ഫംഗ്ഷൻ ആണ്. നമുക്ക് ആവശ്യം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലൊരു ഫംഗ്ഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ലച്ചൂട്ടയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, അത് നാളെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ചേക്ക്, ഇപ്പൊ തന്നെ കമന്റ് ഇട്ടേക്ക് എന്തുവായിരിക്കും ഫംഗ്ഷൻ എന്ന്. ഒരു ലച്ചൂട്ടിയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 500K സെലിബ്രേഷൻ അല്ല, അത് നമ്മൾ എന്തായാലും വേറെ രീതിയിൽ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോ അതിനുവേണ്ടി നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ ഇപ്പം. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ജസ്റ്റ് ഗസ് ഇട്ടേക്കല്ലേ മോനെ. ഇവിടെ പയ്യെ മാറ്റിയിട്ട് നമുക്ക് പോകാം കേട്ടോ. കുഞ്ചിക്ക് ഒരെണ്ണം കൊടുക്കും. ആമി ചേച്ചി അപ്പുറത്തുനിന്ന് കയറി, അത് പറഞ്ഞു തീർത്തില്ലല്ലോ. ആമി അപ്പുറത്തുനിന്ന് കയറി വന്നു വൈകിട്ടായപ്പോഴേ. വൈകിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുവല്ലോ. അപ്പൊ എന്റെ അടുത്ത് മടി കയറി വേണ്ടി പറഞ്ഞു, അപ്പൂച്ച പുറത്ത് പോവാണോ? പറഞ്ഞ അതെ പുറത്ത് പോവാ. മോനെയും കൊണ്ടുപോകാവോ ചോദിക്കുന്ന ഇതൊക്കെ കേൾക്കണം കേട്ടോ. മോനെയും കൊണ്ടുപോകാവോ? ഉറക്കം തൂങ്ങിയാണ്. ഞാൻ പറഞ്ഞു മോൻ ഉറങ്ങി കഴിയുമ്പോൾ അച്ഛൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കി കിടത്തിയേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവളും നമ്മൾ പുറത്തോട്ട് പോകാനും പറഞ്ഞിട്ട് നേരത്തോടെ ചാടി വലിച്ച് കയറിയേക്കുന്നത്. ഇവളെ മാറ്റിയിട്ട് വേണം നമുക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട്, ഹാപ്പി വീഡിയോയിലോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറേ പരിപാടീസ് ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഓരോ ദിവസം 1000-2000 ഒക്കെ വെച്ച് ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു വാം വെൽക്കം തന്നെയുണ്ട് നമ്മുടെ ഫാമിലിയിലോട്ട്. അതെ, എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വെൽക്കം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലി തന്നെയാണ്. നമുക്ക് നേരെ വീഡിയോയിലിടും അല്ലേ? യെസ്. അപ്പൊ നമ്മള് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പുറത്തോട്ട് പോകുന്നതിന് പിന്നെ അച്ഛൻ്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട് ഈ ബാൻഡ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഇത് ലച്ചൂട്ടിയുടെ ബാൻഡാണ്. ലച്ചൂട്ടി കണ്ടാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നോട് നിങ്ങൾ പറയണേ, എനിക്ക് തലയിലിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ടൈറ്റ് ആണ്, കുറച്ച് ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അതിന് മുന്നേ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മുടെ ഷൈവയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഐറ്റംസ്, നമ്മളെല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ്.
പലർക്കും ഷൈയാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ കാണിക്കുന്നതിന് എനിക്ക് ഷൈനെസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ ഐറ്റംസ് എന്ന് കാണിച്ചു തരാം. ഞാൻ ഷേവിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് നേസിംഗ് ബ്രായ് ആണ്. ഇപ്പം ഞാൻ ഫീഡിങ് ചെയ്യുന്ന ഒരു അമ്മയല്ല, അപ്പം ഇപ്പം എനിക്ക് നേസിംഗ് ബ്രായ് ആണ് കൂടുതൽ ആവശ്യമുള്ളത്. പക്ഷെ നേസിംഗ് ബ്രായ് മാത്രമല്ല ഷേവയിലുള്ളത്, എല്ലാ സൈസിലുള്ള ആളുകൾക്കുള്ള ബ്രാസ് അവൈലബിൾ ആണ്. ബ്രാ മാത്രമല്ല, നൈറ്റ് വെയർസ്, പാൻറ്റീസ്, ബ്രാസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ഡിസ്പോസ് വെയർസിൻ്റെ ഒക്കെ ബ്രാകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഒരു നേസിംഗ് ബ്രായ് ആണ് കേട്ടോ. ഇപ്പം ഇതാണെങ്കിൽ സൂസി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. ഇത് എനിക്കിത് ഓൾറെഡി നമ്മൾ പണ്ടും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ മേളിൽ നമുക്കൊരു ബ്രാ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നല്ല നമ്മൾ വാങ്ങിക്കുന്ന ബ്രാകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാപ്പ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കായി പോവും. നമ്മുടെ കുക്കിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വന്ന് പോകും. കാരണം വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് പോകുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇത്ര നാളായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നം വന്നിട്ട് കണ്ടിട്ടില്ല. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്, ബ്രീത്തബിൾ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ വരുന്നുണ്ട്, നമുക്ക് തൊടുമ്പം തന്നെ മനസ്സിലായതുണ്ട്. നല്ല ബ്രീത്തബിൾ ആണ്. ഇലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും ഭയങ്കര ടൈറ്റിൽ വരുന്നതല്ല, നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ താഴത്തെ വശം അളന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതിപ്പോൾ 32 CA 32 BA ഇപ്പം നമുക്ക് കറക്റ്റ് 30 അല്ല, അങ്ങനെയല്ല. ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് മേളുള്ള സൈസിന് ബ്രാൻഡ് സൈസ് അനുസരിച്ച് മാറി മാറി വരും. അപ്പം നമുക്ക് ഓരോ A B C അങ്ങനെ തുടങ്ങി ഓരോ കാറ്റഗറി ഉണ്ട്. 30 തന്നെ ABC തുടങ്ങി ഇങ്ങനെയുണ്ട്. അപ്പോൾ 32 30 അങ്ങനെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാം വലിയ സൈസ് വരെ ഉണ്ട് കേട്ടോ ബ്രാസിൻ്റെ അളവുകൾ. അപ്പം ഇതാണെങ്കിൽ നേസിംഗ് ബ്രായ് ആണ്. ഇതിൻ്റെ ഇതെന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ടു നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പബ്ലിക്ക് നിന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യുക എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ അതിനകത്തൊരു ബ്രാൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇത് വരുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് മേലോട്ട് കയറ്റി വെച്ചിട്ടൊക്കെ ഇത് ഭയങ്കര ടൈറ്റ്, കുറേ നേരം ടൈറ്റായിട്ട് മുകളിൽ നിൽക്കും. ഇത് ജസ്റ്റ് ഒരു കൈ നമ്മൾ അറിയുന്ന പോലും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആഫ്റ്റർ ഫീഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇത് ലോക്ക് ചെയ്യാം. ഇവിടവും ഓപ്പണബിൾ ആണ്. നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ചെറിയ നമുക്ക് ഇട്ടാൽ പോലും അറിയത്തില്ല. അതുപോലെ ഇപ്പോഴും ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ തന്നെ സ്വിസിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ ഫീഡിങ് നേസിംഗ് ബ്രാൻഡ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇട്ടാൽ പോലും നമുക്ക് അറിയില്ലാണ്. അത്ര ബ്രീത്തബിളും ആണ്, പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു കളറ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്, സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം, തിരിച്ചു നോക്കി. ഇതൊന്നും പോകില്ല. ഇതൊക്കെ ഇത്രയും നാളായി ഇതിനൊന്നും ഒരു പൊട്ട് ഇത് വന്നിട്ടോ ഒന്നും ഞാൻ ഇതുവരെ പൊട്ടി പോയിട്ടോ അങ്ങനെ ഒന്നും ഇല്ല. ഇതുണ്ട് ഈ ബട്ടൺ. ഇതിപ്പോൾ ഈ പുതിയ മോഡൽ ഇറങ്ങിയാണ് ഈ ബട്ടൺ വന്നേക്കുന്നത്. എനിക്ക് ബട്ടൺ വരുന്ന ടൈപ്പല്ല, ഈ സെയിം തന്നെ ഇങ്ങനെ ലോക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ്. പക്ഷെ ബട്ടൺ വരുന്നത് ഈ ടൈമിൽ ഞാൻ കാണുന്നു കേട്ടോ. അപ്പം ഇതിങ്ങനെ സെയിം വേറൊരു പാറ്റേൺ തന്നെ എനിക്കുണ്ട്. ഇതും ആ സിസ്റ്റിൻ്റെ തന്നെ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. പിങ്ക് കളറാണ്. ഇത് ബട്ടൺ വരുന്ന ടൈപ്പല്ല, ഇത് നല്ല ഫുൾ കവറേജ് കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ. നമുക്ക് ടീഷർട്ടിനൊക്കെ കൂടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ സ്പോഞ്ച് ബ്രാ ഒക്കെ ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പം ജിമ്മിൽ പോകുന്നവരുണ്ടായിരിക്കും, ഇതൊക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് ജിമ്മിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് പറ്റും കേട്ടോ. കാരണം ഇത് ഫുൾ കവറേജ് കിട്ടുന്ന ടൈപ്പാണ്. അടിയിലത്തേക്കാണ് നല്ല ഇതുണ്ട്, നല്ല ബ്രീത്തബിളാണ്, നല്ല ഇലാസ്റ്റിക്കാണ് കേട്ടോ. പോകുന്ന ഒരു ടൈപ്പല്ല. മേളത്തെ കണ്ടോ ഇവിടം വരെ നമുക്ക് ഇങ്ങോട്ട് ഇത്രയും അഡ്ജസ്റ്റബിൾ ഉണ്ട് കേട്ടോ. ബാക്ക് വശമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് തുടങ്ങി അഡ്ജസ്റ്റ് വരില്ല. കാരണം ഇവിടെ നല്ല കറക്റ്റായിട്ട് ഇത് നിൽക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ഇലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിൽ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കാൻ വേണ്ടി ചെയ്യണം. അടുത്ത വന്നിട്ട് നമ്മുടെ സിസി ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് സെയിം തന്നെ ഫുൾ കവറേജ് കിട്ടുന്നത്. ഇതിനുള്ളിൽ ഈ ഒരു ലെയറിന് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പീസ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇതുണ്ടോ ഈ ഒരു ഇതിന് നല്ല നമുക്ക് പുറത്തൊന്നും നമുക്ക് ചില ഡ്രസ്സിലിടാൻ നമുക്ക് തന്നെ അൺകംഫർട്ടബിൾ ആണ്, നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ അതൊന്നും കാണുക പോലും ഇല്ല. കാരണം നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഇടാൻ വേണ്ടി. കാരണം ഇത് അത്ര നല്ല ഇപ്പം നല്ല ലെയറോട് കൂടിയാണ് മെറ്റീരിയൽ വരുന്നത്. തീരെ തിന്നായിട്ടുള്ളതല്ല, നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയൊന്നുമില്ല. പിന്നെ ഫുൾ കവറേജ് തരുകയും ചെയ്യും, സാഗി ആയിട്ടിരിക്കത്തില്ല. അപ്പം നല്ല ഇതാണ് കേട്ടോ.
സത്യത്തിൽ ഇത്ര നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് കേട്ടോ. ഒരു ബ്രാൻഡ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണം, നമുക്ക് അത്രയും കംഫർട്ട് ആയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഷൈവയുടെ എല്ലാ പ്രൊഡക്റ്റുകളും. പിന്നെ ഷൈവയുടെ നിങ്ങളിങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുന്നേ ഇതിൻ്റെ സെയിം നമ്മുടെ പിങ്ക് ഷെയ്ഡ് തന്നെ നെക്ക് വെയർ ആണ് കേട്ടോ. ഇത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. എനിക്കിഷ്ടമായി ഈ കളർ, ഭയങ്കര ഇഷ്ടമാണ്. സ്കൈ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഫുൾ കൈ വരുന്നതാണ്, ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും, ബട്ടൺസ് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. കൈയുടെ ഇവിടെ ഇങ്ങനെ മൂന്നിങ്ങനെ ഇങ്ങനെ ഫ്രില്ല് വെച്ച പോലെ ഇത് വരുന്നുണ്ട്. പാൻറ്റിലും അങ്ങനെ തന്നെ, അടിവശത്ത് പാൻറ്റിലും വരുന്നുണ്ട്. പാൻറ്റിൻ്റെ അടിവശത്തും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കൈയിലൂടെ പോലെ തന്നെ ഇത് വരുന്നുണ്ട്. ഷൈവയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ 50 to 40% ഓഫുകളുണ്ട്. ഓരോ കാറ്റഗറിയിലും ഓരോരോ ഓഫേഴ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ 5% ഡിസ്കൗണ്ട് ലഭിക്കും. ഷൈവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈസി റിട്ടേണും ഈസി എക്സ്ചേഞ്ചും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 1000 രൂപയോ 1000 രൂപയ്ക്ക് മുകളിലോ നമുക്ക് ഷൈവയുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കോഡായ LOVE10 എന്ന കോഡ് ഉപയോഗിക്കുവാണെങ്കിൽ 10% എക്സ്ട്രാ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഈ കോഡ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്രൊഡക്ട്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി വാങ്ങിച്ചോളാം. എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ എന്നെ ഇഷ്ടംപോലെ ഓഫേഴ്സും ഉണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാതെ നേരെ പോയി വാങ്ങിച്ചാൽ നമ്മൾ നേരെ എത്തിയ ഷോപ്പിലാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ലച്ചുവട്ടിക്കയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഫസ്റ്റ് പർച്ചേസ് ഷോപ്പിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലച്ചുവട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഡ്രസ്സ്. അപ്പോൾ അമ്മച്ചി ഇവിടെ, കുഞ്ചമ്മച്ചി ഇവിടെ മറ്റേ ടിക്കറ്റിന് പരിപാടിയിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതെ അതെ. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചേച്ചി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ചൂസ് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ, കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ബാഗുകള്, ഡ്രസ് സെറ്റുകള്, ടവൽസ് ഒക്കെ. അപ്പൊ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന്, കളറിന് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തെല്ലാം വെച്ച് പിന്നെ പ്രീമിയം സെറ്റ് ആക്കിയിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെ കോംബോ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ബാക്കി സാധനങ്ങൾ കേട്ടോ ഇതിനകത്ത് ഇഷ്ടമുള്ളുണ്ട്. അതെ, 75-ന് മേലുള്ള ഐറ്റംസ് ഉണ്ട്. ആണോ? ഓ ശരി ശരി. അപ്പം കുഞ്ചൂസ് അത് ചെയ്തോണ്ടിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളേ. അപ്പോൾ നമുക്ക് ബാക്കി കാണാവേ. അപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിസിനസ് ചേച്ചി വന്നില്ല. ചേച്ചി ഒന്ന് വന്നാണ് ചേച്ചി. ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. அவங்க പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രാന്ത് എന്നൊക്കെ പറയാം. രാത്രി 12 മണിക്ക് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മെസ്സേജും ഇടുന്നുണ്ട്, കമൻറ്റും ഒക്കെ ഇടുന്നുണ്ട്. നമ്മുടെ കേസിൻ്റെ കാര്യം എന്തായി, പോസിറ്റീവ് ആണോ പൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. എന്റെ നമ്പറിൽ എല്ലാത്തിനും മെസ്സേജ് ഇതാണോ. അതെ. അപ്പൊ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വയനാട്ടിൽ നിന്ന് പോരുന്നതിന്റെ അന്നാണ് നമ്മൾ അറിയുന്നത്. അതായത് ക്രിസ്മസിന്റെ ആ തലേദിവസമാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ വക്കീലിനെ വിളിച്ചു. കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വന്ന വഴുതി ഇടുക്കിയിലോട്ട് പോയേ പറ്റുള്ളായിരുന്നു. ഇടയ്ക്ക് കുഞ്ചസിന് ബ്ലറാകുന്നു, ഞാൻ അങ്ങനെ ആക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരാളെ കണ്ടാൽ മതിയല്ലോ നിങ്ങൾ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരാന്നെല്ലാം പാക്കെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വക്കീലിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ അറിയുന്നത് കേസ് മാറ്റിവെച്ചു, കോടതി അവധി എടുത്തുന്നത് കേട്ടോ. അതായത് കോടതി സ്വയമേ അവധി എടുത്തെന്ന് നമ്മൾ അറിഞ്ഞു. അതായത് 26-ാം തീയതി ആയിരുന്നു വെച്ച് തന്നത്. അപ്പോൾ അത് വക്കീലിനെ വിളിച്ചപ്പോൾ നമ്മളും മാറ്റി വെച്ചതല്ല, വേറെ ആരും മാറ്റി വെച്ചതല്ല. അപ്പോൾ അങ്ങനെ അറിഞ്ഞു. അപ്പം കേസ് ഫെബ്രുവരി 6-ാം തീയതിയിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെയും എങ്ങനെയും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡ്രൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടും അത്രയും റിസ്ക് പിടിച്ച് പെട്ടെന്ന് പോരാന്ന് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ചൂസ് പോയിട്ടുണ്ട്. ഞാൻ തന്നെ ഫോക്കസ് ചെയ്തോട്ടെ. ഓക്കെ. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നിട്ട് ഈ സാധനം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. എടാകൂടത്തിൽ നമ്മൾ പെട്ടുപോയി. അതിൽ നിന്ന് എങ്ങനെയും ഊരി വരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. കാരണം സത്യമുള്ളതുകൊണ്ട് നമ്മൾ വിജയിക്കും. അതിനകത്ത് അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും പോന്നേക്കാന്ന് വെച്ച് വിളിച്ചപ്പം ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ ഇനി അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
അപ്പം എന്തായാലും കേസും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഒരു ഹിയറിങ്ങിലൊന്നും ഇതൊന്നും വരത്തൊന്നുമില്ല, എങ്കിൽ പോലും ഒരു ഹിയറിങ്ങിലും കഴിയുമായിരുന്നല്ലോ എന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾക്കൊന്നും പ്ലാൻ ചെയ്ത് വെക്കാനോ പ്രിപ്പയർ ചെയ്ത് വെക്കാനോ ഒന്നുമില്ല. കാരണം എന്തുവാണോ നടന്നിരിക്കുന്നത് അത് മാത്രം നമുക്ക് കോടതി മുമ്പാകെ എവിടെയാണെങ്കിലും പ്രസൻറ്റ് ചെയ്താൽ മതി. അപ്പം പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഇപ്പോൾ നാളെ വിളിച്ചാലും ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് കേസിൻ്റെ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് നമ്മുടെ ചാനലിൽ നെഗറ്റീവ്സേ വരണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഒന്നും വീഡിയോയ്ക്കകത്ത് പറയാൻ കേട്ടോ. കാരണം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല വൈബോടെ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് പോവാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ അധികം വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളെ ഇരിക്കാൻ മാക്സിമം നോക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പറയാത്തത്. ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡാണ്. കുഞ്ഞമ്മ വേണ്ട ഇവിടെ ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ വലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വട്ടുണ്ട്, അത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകണം കടയിലോട്ട്. നമ്മുടെ ഇക്ക എടുത്ത് നമ്മുടെ എല്ലാ ആയിട്ടുള്ള നമ്മുടെ ഇക്ക എടുത്തോട്ട് പോകണം. അതായത് നമുക്ക് സാധനമൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. നോക്കുമായിരുന്നു. അതെ നമ്മുടെ അനസിക്ക കേട്ടോ, ചങ്ങനാശ്ശേരിക്കാരനാണ്. നമ്മുടെ ദൈവതുല്യൻ നമ്മൾ പണ്ട് തൊട്ട് പറഞ്ഞത്. അത് എന്നും എത്ര വളർന്നാലും എവിടെ എത്തിയാലും നമ്മളെ നിങ്ങൾ ഓരോരുത്തരെ പോലെ എത്തിച്ച ഒരാളാണ് എൻ്റെ ഇക്ക. അതെ. അപ്പം നമ്മുടെ ഇക്കയെ കുറിച്ച് എന്തേലും പറഞ്ഞാലും ദൈവത്തില്ല, അത്രയുണ്ട്. അപ്പോൾ ഇക്ക അടുത്തോട്ട് പോകണം നമുക്കിപ്പം. അവിടെ പോയി സാധനമൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഫ്രാൻഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാണാം കേട്ടോ. അപ്പം നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ നാളെ രാവിലെ നമുക്ക് ഇനി മേടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വൈകി. അതെ, ഇങ്ങനെ അടുത്ത് നിന്നാൽ ബ്ലർ ആവത്തില്ലായിരുന്നു. അയ്യോ ശരി. നീ എൻ്റെ അടുത്ത് തന്നെ പുറത്തോടെ പോകുന്നവർക്ക് ഇത് എന്തുവാ പകുതി ഷട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തോട്ട് പോയിട്ട് നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമേ. ബാക്കി കുറേ വിശേഷങ്ങൾ ഉണ്ടാക്കി കാണാം കേട്ടോ. അവസാനം നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും തെറി വിളിക്കും. അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഒരു വലിയ സന്തോഷമുള്ള കാര്യം എനിക്ക് ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കിപ്പോൾ പ്രൗഡ് തോന്നിയ ഒരു മൊമെൻ്റാണ് കേട്ടോ. കാരണം എൻ്റെ വേവലിൽ ഒരുത്തേ കിട്ടിയതിൽ അത് ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അതായത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് നമ്മുടെ ചാനലിൽ നിന്ന് ഇതുവരെ ഗിഫ്റ്റ് അയക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം 5 പേർക്ക് നമ്മൾ എന്തായാലും ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്നിച്ച് അയക്കുന്നത്. കാരണം നമുക്കും ഡെലിവറി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് അയക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നിച്ച് പോയി പിന്നെ ഷോപ്പിൽ പോയി എടുക്കണം, ടൈമും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഗിഫ്റ്റ് അയക്കാനായിട്ട്, അതായത് 5 ദിവസം ആ ഒരു ടൈമിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് 1-ാം തീയതി വരെ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ എന്തെങ്കിലും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ഒരു ചെറിയൊരു സന്തോഷം അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ഗിഫ്റ്റുകൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിഫ്റ്റുകൾ നമുക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റി. കാരണം ഗ്ലാസിൻ്റെ ഒക്കെ അയച്ചിട്ട് പൊട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ നല്ല ഗിഫ്റ്റ് എല്ലാവർക്കും എത്തിക്കാനായിട്ട് നോക്കിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവായത്, ക്യാഷ് അല്ലേ? അപ്പം ചിലവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചാർജും കാര്യങ്ങളും എല്ലാം ഇതിനെല്ലാം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കേക്കിന് വെയിറ്റ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരാൾക്ക് 1000 റേഞ്ചിൽ വരുന്ന ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക്. അതായത് ഡെലിവറി ചാർജ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഏകദേശം അത്രയുമായിരുന്നു നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ് കേട്ടോ. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് ഒന്നും അല്ല, നമ്മൾ ഒത്തിരി കടങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്കൊരു അതിനിടയ്ക്ക് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം, അതായത് നിങ്ങളും ഹാപ്പി ആവും നമ്മളെ ഹാപ്പി ആവുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്കും ഹേർട്ടായി ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നി പെട്ടെന്ന്. അപ്പം ഗിഫ്റ്റ് വിന്നായിട്ടുള്ള ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞു കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ്, അച്ഛനും എനിക്ക് മെസ്സേജ് ഇട്ടത്. ഞാൻ ഇപ്പം ഇത് ടിക്കറ്റ് എടുത്ത് ഓർഡർ എടുത്തോണ്ടിരിക്കല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ഇങ്ങനെ വന്നത്, കുറെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അയച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയച്ചിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഗിഫ്റ്റിന് പകരം കുഞ്ഞിന്റെ ഫീസ് ഈ മാസത്തെ അടച്ചില്ല, ഡിസംബർ മാസത്തില് നവംബർ വരെ അടച്ചു. അപ്പം ടീച്ചർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടായിരുന്നു ഫീസായി. അപ്പം അതിന് പകരം ഫീസ് അടയ്ക്കാൻ പറ്റുമോ ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസ്ഥ അങ്ങനെ ആവണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ എന്തായാലും നമ്മുടെ ഗിഫ്റ്റിന്റെ ആ ഒരു വാല്യൂ അതിന് ഒരു കാലോട് കൂടുതലേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യാം. എന്റെ അടുത്ത് ഇവള് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങോട്ട് എന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഒത്തിരി സന്തോഷവും ഒത്തിരി പ്രൗഡും തോന്നി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആരാന്നോ അതൊന്നും അറിയണ്ട, കുഞ്ഞു പോലും അറിയല്ലേ. അപ്പം നമ്മൾ ടീച്ചറെ വിളിച്ചു, കാരണം നമുക്ക് ഫേക്ക് ആയിട്ട് ഒത്തിരി പേര് ഇപ്പൊ ഗിഫ്റ്റ് വിന്നായിട്ടുള്ള ചേച്ചിയാണ്, പക്ഷെ അല്ലാതെ നമ്മളെ ഒത്തിരി പേര് 19,000 20,000 ലക്ഷം വരെ ഫീസ് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ആർക്കും അതായത് അല്ല അതിനെന്നറിയോ, കഴിഞ്ഞ ദിവസം ഇവിടെ കോളേജില് ഒരു പെൺകുട്ടീനെ MDMA ആയിട്ട് പിടിച്ചു. ഇവിടെ കുമാരിയമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ, കാരണം ഹെൽത്തിലൊക്കെ അറിഞ്ഞല്ലോ. അപ്പം നീ അറിഞ്ഞില്ല? കോളേജിൽ പിടിച്ചു പെൺകുട്ടിയെ. അപ്പം അച്ഛന്റെ അടുത്ത് വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് മേടിച്ച പൈസ വെച്ചിട്ടാണ് ഈ കൊച്ചി ഇത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് എവിടെ നിന്നാണ് സോഴ്സ് എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് പെൺകൊച്ചു പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വേറൊരു കോഴ്സ്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടോ, എൻ്റെ മോൾ ഇങ്ങനെ പൈസ മേടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ ആ പൈസ എന്തിനു ഉപയോഗിച്ചെന്നൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എന്തുമായാലും ഫേക്ക് ആണോ ഇല്ലയോ നമുക്ക് അറിയണം. ഞാൻ എൻ്റെ അടുത്ത് ഒത്തിരി പിള്ളേർ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ചേച്ചി ഇന്ന കോഴ്സിന്റെ പൈസ എത്ര അടയ്ക്കാനുണ്ട്. അപ്പം ഞാൻ പറയും ടീച്ചറിന്റെ നമ്പർ അല്ലേ കോളേജ്. ഞാൻ എല്ലാവരുടെ അടുത്തും മെയിലും ഫുൾ എനിക്ക് റിപ്ലൈ ഫുൾ ഞാൻ ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് മോളെ പറഞ്ഞത്. അമ്മയുടെ പിന്നെ ചിലവര് പറയുന്ന എനിക്ക് അമ്മ അച്ഛനും ഇല്ല, അപ്പൊ വല്യമ്മയുടെ വെളിച്ചന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഫീസ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവരെനിക്ക് വേറൊന്നും സഹായം ചെയ്യാൻ ചോദിച്ചു കഴിയുമ്പോ തരത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും. നേരത്തെ അപ്പൂസ് ഭയങ്കരമായിട്ട് അപ്പൂസ് ഈടെ എന്നോട് പോലും പറയാതെ ഒരു കാര്യം കുഞ്ഞിനെ സഹായിച്ചാരും പറഞ്ഞില്ലേ, അതേപോലെ പെട്ടെന്ന് നമ്മള് വീണു പോകും. നേരത്തെ ഞാൻ അങ്ങനെ നമ്മളിപ്പം വിളിച്ചത് ആ ചേച്ചിയോടുള്ള വിശ്വാസക്കുറവായിട്ടല്ല കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് ആ ടീച്ചറിന്റെ അടുത്ത് വിളിച്ചിട്ട് ആ കുഞ്ഞൊരിക്കലും അറിയല്ലേ നമ്മളാണ് പൈസ ഇട്ട് കൊടുക്കുന്നത്. ടീച്ചറിന്റെ നമ്പർ ഇടണ്ട, നമുക്ക് അപ്പൊ ടീച്ചറിന്റെ നമ്പർ തന്നെയാണെന്ന് അറിയാം. നമ്മൾ ജിപേയിൽ നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്ന ഒരാടെയാണെന്ന് കൺഫേം ചെയ്തിട്ട് വേണം ആർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ ഇടാൻ വേണ്ടി. ടീച്ചറിന്റെ പേര് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇന്നാന്ന് പറഞ്ഞു കഴിയുമ്പോ ആ നമ്പർ വിളിച്ച് ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. കുഞ്ഞറിയല്ലോ, ഒരിക്കലും കുഞ്ഞറിയല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അത്. ഞാൻ ആ കസിൻ പറഞ്ഞ കേട്ടോ ഇവള് കസിൻ പറഞ്ഞു വിളിച്ചു. ഞാൻ പിന്നെ ചോദിച്ചു, ഞാൻ പേര് വെച്ചിട്ട് ഇന്നാളുടെ ആരാന്ന്, ഞാൻ കസിൻ അപ്പൊ തിരിച്ചു വിളിച്ച് നമ്മള് പറയിപ്പിച്ചു കേട്ടോ. അപ്പം എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ കുഞ്ഞിനും അല്ലെ, അത് കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുഞ്ഞിന് പഠിക്കാൻ വേണ്ടിട്ടല്ലേ, കുഞ്ഞു വെച്ചാട്ടോ, കുഞ്ഞാവേ. അവളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ ഒത്തിരി സന്തോഷം, എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം എടുത്തത് കേട്ടോ, അല്ലെങ്കിൽ ഞാനത് എടുക്കത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി ആ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പം. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ. എന്നാടാ ഞാൻ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. രാത്രി 12 മണിയായി കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ എൻ്റെ അടുത്തൊരു ചാടി വന്നിട്ടുണ്ട്. എന്നാ എന്തോ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര തൊണ്ടവേന. അപ്പോൾ നമ്മുടെ കുജാരിയാണ് എനിക്ക് ഉപ്പുവെള്ളം വെക്കുകയാണ് രാത്രി 12 മണിക്ക്. അപ്പോൾ കുജാരി എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ പാതിരാത്രിക്ക് എനിക്കൊരു ഭ്രാന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങള് സിനിമയ്ക്ക് പോവാണ് കേട്ടോ. നേരി കാണാണ്ട് ഈ അമ്മേനെ കാണുന്നില്ല. ഇപ്പൊ കാണാം. അപ്പോൾ നമ്മള് നട്ട പാതിരാത്രിക്ക് സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ എല്ലാരും ഒരുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇല്ല. അപ്പൊ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫാമിലി ഉണ്ടെങ്കിൽ എന്ത് എൻജോയ്മെന്റ് ആണല്ലോ. നമ്മള് കടയിൽ നേരെ തിരിച്ചു വന്നു. ഇനി രാവിലെ വെളുപ്പിന് നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൂടെ ഇനി ഡ്രസ്സ് കൂടി പിടിപ്പിക്കട്ടെ. ആമി മാറ്റുന്നുണ്ട് കേട്ടോ മേളിൽ നിന്ന്. ആമീനെ ഇരുത്താൻ വേണ്ടിയിട്ട് കുഞ്ചിസ് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എങ്ങനെ ആവും എന്ന് അറിയത്തില്ല. വാവച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഇന്ന് സിനിമയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വരും കേട്ടോ. അവളായിരുന്നു നിൽക്കുന്നത്. ഇപ്പൊ ഉപ്പിട്ടോ അച്ഛ ഉപ്പിടും. പോയി ഉപ്പിട്ടോ, പോയി പൊക്കോ ചെല്ലേ. ഉപ്പിട്ടെ. അച്ഛൻ ഷർട്ട് ഇട്ടില്ല. എന്തോ എന്തോ എന്നാ ഇത് മതിയോ? ഇതെന്ത് പാവാട? അയ്യോ ഇതെന്ത് ഡ്രസ്സാണ്?
അവളുടെ ഡ്രസ്സ് മാറ്റലാണ് വലിയ പാട് കേട്ടോ. എനിക്ക് തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടായേ. നാളെ ഇനി നിങ്ങളോട് എങ്ങനെ സംസാരിച്ചത് എനിക്ക് തൊണ്ടയ്ക്ക് വേണ്ടിയാ. അതാണ് അമ്മ പിടി എടുത്തു. ആന്റിബയോട്ടിക് അല്ല, മറ്റേ വേറെ ഗുളിക നിൽക്കുന്നത്. നമ്മളെവിടെ പോവാ ആമി? ആനയെ കാണാൻ പോവാ. ആനയെ കാണാൻ പോവാ. ആ പുലിയെ കാണിക്കാം, പുലിയെ കാണിക്കാം. ഓ പുലി കണ്ടോ? രാത്രി 12 മണിക്ക് ചന്ദനം കിട്ടുമോ നമ്മള് മാത്രം? ആ വാവ് വിളിച്ചാൽ നമ്മൾ വാവിച്ച് അങ്ങനെ ഇരിക്കുന്ന. ഹലോ അവിടെ പപ്പു ഇല്ലേ? പപ്പു പപ്പു ഇതാണ്ട് പപ്പു. പപ്പു റെഡി ആയിട്ട് പോയത്. ഇതല്ല പപ്പു, അതാണ് പപ്പു. ആണോ? വേറെ ആളാണ് അപ്പോൾ നമുക്ക് സിനിമയുടെ കാര്യം പ്ലാൻ ചെയ്തപ്പോഴേ ചിറ്റാമ്മയുടെ ആയിട്ട് ഞാൻ ചോദിച്ചേ, നമുക്ക് സിനിമയ്ക്ക് പോയാൽ രാത്രിയിൽ നിന്ന്. ആ പോയിക്കോ, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാത്രിയിൽ എല്ലാവർക്കും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. പോവാ ഇതിന്റെ സാധനത്തിന് അനു അഭിനയ കേട്ടോ നമ്മളെ ചിറ്റാമ്മയുടെ നടത്തുന്നത്. അച്ഛ വിളിക്കുന്നു. എവിടെ പോവാന്ന് എന്നെ കാണാൻ വന്നാ? സിനിമ കാണാൻ വന്നാണോ? ഒരു HT ഇവളുടെ എത്രാമത്തെ സിനിമ ഇപ്പോ? കൊറേ ആയല്ലേ? 28 മുമ്പേ നമ്മള് പോയി തുടങ്ങി കേട്ടോ. പാട്ട് കേൾക്കുന്നില്ല. സൂപ്പർ പാട്ടുകാരിയാവും. ആമി അവിടെ എന്തൊക്കെയോ പരിപാടിയാണോ? ഹായ് ആമിയാണോ അത്? ഹായ് ആമി. ആമി ആമി ഹായ് ആമി. രാത്രി 12 മണിയാണെങ്കിലും നല്ല തിരക്കുണ്ട്. നമ്മള് മേളിലാണ് ഏറ്റവും പ്ലാറ്റിനം ആട്ടോ. എനിക്കിവിടെ ഇഷ്ടമാണ്, അതാണ് നല്ല ഭംഗിയുണ്ട്. 12 മണിക്കത്തെ ജന്മിക്ക് ഇല്ല ആവശ്യം ആവശ്യം കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നേനെ. എന്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തായിരുന്നു കുഞ്ഞിന്റെ കോപ്പി. 2:30 2:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇറ്റാമ്മ പടം? നല്ല പടമായിരുന്നു. ആദ്യം സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നേ. വിജയിക്കുകയല്ല. നമ്മള് സ്റ്റോറി എന്തായാലും പറയുന്നില്ല കേട്ടോ, എല്ലാരും പോയി കാണുക. 2:42 കേട്ടോ നമ്മള് വീട്ടിലോട്ട് പോകുമ്പോ. എന്തായാലും ഈ സമയം ഏറ്റവും മികച്ചതാണ് നമുക്ക് സിനിമ കാണാനായിട്ട് മനസ്സിലായി. കാരണം ഇന്ന് ഈ പെണ്ണ് അടങ്ങിയിരുന്നു. അതിന് വലിയൊരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഇന്റർവെല്ലിനായിട്ട് ബെല്ലടിച്ചപ്പോഴത്തേക്കും അവള് പറഞ്ഞു എല്ലാരും ഇറങ്ങി. എല്ലാരും എന്റെ അടുത്ത് എന്റെ മടിയിലായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറയാ എല്ലാരും ഇറങ്ങി പോവാന്ന് പറഞ്ഞു. ആമിക്കും പോണത്. ഞാൻ മനസ്സിൽ അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയാ നമ്മളെല്ലാരും അപ്പിയിടാൻ പോവാ, കൂക്ക് വെക്കാൻ പറഞ്ഞേ. അപ്പോഴത്തേക്ക് അവള് കൂക്ക് വെച്ചിട്ട് തിരിച്ചു ഒരു അച്ചായൻ കേറി വന്നേ. പോയിട്ട് വരുമ്പോഴത്തേക്ക് അയ്യ അപ്പി ഇട്ടിട്ട് പോവും. അയ്യോ അപ്പൊ നമുക്ക് ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു
അപ്പൂച്ചിക്ക് അപ്പിയിടാൻ മുട്ടുക അപ്പൂച്ച പോയിട്ട് കാരണം അല്ലെങ്കിൽ ഇവള് വഴക്കുണ്ടാക്കും ഇറങ്ങി പോകാൻ സമ്മതിക്കത്തില്ല. അപ്പത്തേക്കും ഇവള് ഒച്ചയ്ക്ക് വിളിച്ചിട്ട് ഒറ്റ പറിച്ചിട്ട് അയ്യ അപ്പൂച്ചിക്ക് അപ്പിയിടാൻ മുട്ടുക. അയ്യോ എന്നിട്ട് പോയി കാപ്പിയൊക്കെ മേടിച്ചിട്ട് വന്ന കേട്ടോ. എന്റെ സൗണ്ട് നല്ലപോലെ അടഞ്ഞു. നല്ലപോലെ അടഞ്ഞില്ല എന്റെ സൗണ്ട്. ഞാന് തണുപ്പ് തൊട്ട് താഴെ ഇരുന്നത്. അപ്പൊ ഈ കുഞ്ഞിപ്പെട്ടി ഇപ്പൊ എണീറ്റാണ് കേട്ടോ. ആമിപ്പെട്ട് നല്ല ഉറക്കമായി. ഇത് നമുക്ക് കുറച്ച് വിശേഷങ്ങളോട് കാണാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ആതിര ചേച്ചിയുടെ വളകാപ്പ് ചടങ്ങായിരുന്നു. അപ്പൊ അത് കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിരുന്നില്ല. കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യാൻ പാടായിരുന്നു. അപ്പൊ അതുകൂടെ നമുക്ക് ആ വിശേഷങ്ങളൂടെ പോയി കാണാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വില്ലിട്ട് പോവാം. ആതിര ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. സന്തോഷമല്ലേ? അപ്പൊ ആദ്യം വക്കീലിനെ കണ്ടപ്പോഴത്തേക്കും അത് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആമിച്ചും പറയാം അപ്പൂസാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അല്ല കുഞ്ചൂസാണ് പറഞ്ഞു കേട്ടോ. അയ്യോ നല്ല രസമായിരുന്നു. അപ്പൊ നമുക്ക് ആതിര ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാം കേട്ടോ. പോയി യെസ്. അപ്പൊ നമുക്കിനി ആതിര ചേച്ചിയുടെ വളകാപ്പ് കാണാം കേട്ടോ. Show your face. Cover your face. With this, it's okay. That's the beauty. Something different. സോങ്സ് വന്നേക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ടിൽ തന്നെ പറയാം കേട്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളൂ. വീഡിയോയ്ക്കും ക്വാളിറ്റി കുറവാണ് കേട്ടോ. അത് വാവച്ചിയുടെ ഫോണിൽ എടുത്തതാണെന്ന് തോന്നുന്നു. അപ്പം ക്വാളിറ്റി കുറവ് വാവച്ചിയാണ് ആദ്യം കൊടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ഓർഡറിലാണ് അയച്ചു തന്നേക്കുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ചടങ്ങ്. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് കണ്ടുപോകാം കേട്ടോ. എന്തായാലും വാവച്ചിക്ക് ഇവിടുന്ന് തയ്ച്ച് ആ ചേട്ടൻ്റെ കൊടുത്തു വിട്ട സാരിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മൾ അഭിലാഷ് ചേട്ടൻ വന്നിട്ടുണ്ട്. ഒരു ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ്. എനിക്കാണെങ്കിലും ഇവിടെ കുഞ്ചൂസിൻ്റെ വളകാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അത്രയും ഹാപ്പി ആയിരുന്നു നമ്മുടെ ന്യൂ ബേബി വരുമ്പോഴത്തേക്കും. അച്ഛനും അമ്മയും രണ്ടുപേരും കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെൻ്റാണ്. ബേബി ഷവർ ആയാലും അതുപോലെ തന്നെ വളകാപ്പായാലും മോഡേണായിട്ടും വളകാപ്പ് ബേബി ഷവർ നടത്തും. ഇത്തിരി ഇതായിട്ട് പാരമ്പര്യമായിട്ടൊക്കെ നടത്തി വരുന്ന ആ ഒരു വളകാപ്പും അതിലാണ് കുറച്ചുകൂടെ ഒരു മാധുര്യം ഉള്ളത് എന്തായാലും. അപ്പോൾ ഇങ്ങനെ വാരി വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും പോരട്ടെ എന്നുള്ള മൈൻഡിലാണ് ചേച്ചി ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ചേച്ചി കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം മധുരമല്ലേ, ഒരുപാട് മധുരം കഴിക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ മടിയിൽ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം സാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും അവിടെ ക്ഷണിച്ചേക്കുന്ന എല്ലാവരും വന്ന് സ്വീറ്റ്സ് കൊടുത്തിട്ട് ചേച്ചിക്ക് അതിനകത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് സ്വീറ്റ്സും പഴവും ഒക്കെ ആ സാരിക്കകത്തോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. അപ്പം കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. എന്നിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഉള്ള ആചാരമോടെ നമുക്ക് കാണാം കേട്ടോ. അവിടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ കണ്ടു കേട്ടോ. കുറേ ക്യൂട്ട് കുഞ്ഞുങ്ങൾ, മാലാ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ പരിപാടിയെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ കുറച്ച് ഭാഗമേ വാവച്ച് എടുത്ത് തന്നിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ചേച്ചിയുടെ വളകാപ്പ് ഇവിടെ ഇരുന്ന് കാണാം കേട്ടോ. ആതിര ചേച്ചി ആരാന്ന് നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ആകണ്ട. വാവച്ചി ആതിര ചേച്ചിയുടെ കൂടെയാണ് നിൽക്കുന്നത്. സ്വന്തം ചേച്ചിയായിട്ട് തന്നെ വാവച്ചി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ ആതിര ചേച്ചി. അപ്പം അവൾക്ക് ജോലി കിട്ടുന്ന ആ ഒരു ടൈം വരെ അവൾ എന്തായാലും അവിടെ തന്നെ ആയിരിക്കും. അപ്പം ചേച്ചിക്ക് കുഞ്ഞ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം അവരുടെ എല്ലാവരുടെയും കൂടെ വാവച്ചി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താണ്ട് വന്നവരെല്ലാം ഇങ്ങനെ സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ചേച്ചി മതി എന്നാണോ പോരട്ടെ എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. ഒന്ന് കഴിച്ച് കഴിഞ്ഞോട്ടെ എന്നിട്ട് കഴിക്കാമെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചി സാരി നിറഞ്ഞില്ലെന്നും പറഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എല്ലാവരും ചേർന്നും അവിടെയുള്ള എല്ലാവരും നല്ല ഭംഗിയായിട്ട് നല്ല കെയറിങ്ങോടെ ചേച്ചിക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്ത്
ചേച്ചീനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ എന്തോ ആചാരമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം അവരെങ്ങനെ ചെയ്തുകൊണ്ട് ചേച്ചിമാരെല്ലാം പിറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ നിന്ന് കൊതി വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം കൊതി കിട്ടാതിരിക്കട്ടെ ചേച്ചി കുറേ ദിവസം കേട്ടോ. അപ്പോൾ അത് ആ വെയിറ്റ് എല്ലാം കൂടെ ചുമന്നുകൊണ്ട് ചേച്ചി നടക്കുവാണ് കേട്ടോ. അത് ഒരു പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം നടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ നടത്തമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ടുള്ള തോന്നിയൊരു മൊമെൻ്റാണ്. അതായത് മൂത്ത മോള്, നമ്മുടെ ബാനുമോള് ചേച്ചിക്ക് സിന്ദൂരം ദീർഘസുമംഗലി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് സിന്ദൂരം ഇട്ട് കൊടുക്കുന്നതും പൂ ഇട്ട് കൊടുക്കുന്നത് അനുഗ്രഹിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. അതായത് ബാനുക്കുട്ടി അനിയത്തിയോ അനിയന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ഒരു വല്ലാത്തൊരു മൊമെൻ്റാണ്. ഭയങ്കര സന്തോഷം, വേറൊരു ഫീലാണ് ആ ഒരു മൊമെൻറ്റിൽ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ആമിഷൻ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മുടെ കുഞ്ചൂസിന് വളകാപ്പ് നടത്തിയത്. പക്ഷേ ഇതുപോലെ ഒരു ഫങ്ഷനൊന്നും അല്ലായിരുന്നു. അത് ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മളെന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതൊക്കെ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാത്ത ഒരു മൊമെൻ്റ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ തോന്നിപ്പോകുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം. ചേച്ചി കയ്യിലൊക്കെ പറ്റിയതൊക്കെ തുടച്ച് കളയാണ് കേട്ടോ. ചേച്ചി ഭയങ്കര കെയറിങ് ആണ് ബാനുമോളെ. കാരണം പുതിയ ബേബി വരുവാണ്. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു വിഷമം പോലും ഉണ്ടാവുമല്ലോ ഒരിക്കലും. പുതിയ ആൾ വരുമ്പോൾ സ്നേഹം കുറഞ്ഞു പോവുമോ എന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ. കുഞ്ഞുങ്ങൾ അത്രയും ആയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. അപ്പം ചേച്ചി ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞിന്. അവൾക്ക് ഒരു ചെറിയൊരു വിഷമം പോലും തട്ടാതെ മാക്സിമം നോക്കാറുണ്ട്. അത് നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ വിളിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും അറിയാം കേട്ടോ. പിന്നെ ബാനുക്കുട്ടിക്ക് ഞാൻ ടോവിനോ എന്നാണ് പറയുന്നത് കേട്ടോ. ബാനുക്കുട്ടി അത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ദിവസം എപ്പോഴും കളിയാക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കി കേട്ടോ. അപ്പോൾ അവിടെ ഒരു ക്യൂട്ട് മാലാകക്കുട്ടി അനുഗ്രഹിക്കുന്നുണ്ട്. ചന്ദനമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ചേച്ചിയുടെ മുഖത്തൊക്കെ കേട്ടോ. ചന്ദനവും മഞ്ഞളോടെയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റിയതിൽ. അങ്ങ് ദുബായിൽ നടക്കുന്ന പരിപാടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. ചേച്ചിയുടെ കൈകൂപ്പലൊക്കെ നോക്കിയത് ക്യൂട്ടായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. നല്ല സന്തോഷമുള്ള ഒരു സെറിമണി ആയിരുന്നു എന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മനസ്സിനും ഒക്കെ കുളിർമ വരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇത്തിരി ക്വാളിറ്റി കുറവാണെന്നേ ഉള്ളൂ. ബാക്കി അത് നോക്കി സ്മൈൽ നോക്കി എൻ്റെ ദൈവമേ വേറെ എന്നാ വേണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞാവയ്ക്കായിട്ട് കാത്തിരിക്കാം കേട്ടോ.